വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതാ എല്ലാവരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, പഠിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കിട്ടിയ 2 ദിവസം നല്ലോണം തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ച് മറന്നുപോയ 2 ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്ററിലെ 2 പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്കും ഏകദേശം ഒരു 5-6 മാർക്കിനൊക്കെ ഈ 2 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം ഈ ഒരു ഭാഗം നോക്കി പോകാം. ഫസ്റ്റ് വൺ, അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് 1, 2, 4 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ള ഓരോന്നും വായിച്ചു നോക്കുക. പ്രസ്താവനകൾ വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ ഉത്തരം ഏതാണെന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയും, സയന്റിസ്റ്റ് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് നൈട്രജൻ ബേസ് അഡെനിൻ. അല്ലെ, ജോവാൻ ഓറോ എന്ന ശാസ്ത്രജ്ഞൻ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അമിനോ ആസിഡ് ഈസ് ആൻ ഓർഗാനിക് മോളിക്യൂൾ ദാറ്റ് ഫോം ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം അമിനോ ആസിഡ് ആണ് എന്ന് പറയുന്നു. പ്രോകാരിയോട്ടിക് സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് എ മെംബ്രെയിൻ ഈസ് സീൻ. പ്രോകാരിയോട്ടിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇൻ മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റുമോ? ആലോചിച്ച് നോക്കുക. ഇൻ പ്രിമിറ്റീവ് സെൽ വാസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് അമിനോ ആസിഡ് ആൻഡ് സറൗണ്ടിങ് ലിപ്പിഡ് ലെയർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള അമിനോ ആസിഡുകളും അതിനെ ആവരണം ചെയ്തിട്ടുള്ള കൊഴുപ്പ് പാളിയും ചേർന്നാണ് ആദിമകോശം രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പം നല്ലോണം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇവിടെ തന്നിട്ടുള്ളതിൽ 1, 2 ശരിയാണ്, 3, 4 തെറ്റാണ്. കാരണം എന്താ? 1, 2 ഒന്നാമത്തെ അഡിനിൻ കണ്ടുപിടിച്ച് ശരിയാണ്. അതുപോലെ തന്നെ പ്രോകാരിയോട്ട് 4 അമിനോ ആസിഡ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീനാണ്. എന്നാൽ പ്രോകാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയർ മെമ്പറിൻ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. ആൻഡ് സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള അമിനോ ആസിഡല്ല, ന്യൂക്ലിക് ആസിഡിന് ചുറ്റുമാണ് കൊഴുപ്പാവരണം കാണുന്നത്. സോ ഈ പറയുന്ന 3ാമത്തെയും 4ാമത്തെയും എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത് നോക്കിയാൽ, ചൂസ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൻ ബിലോ വേർ ദ പെയേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കിക്കോ, ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ, നാനോ ഫെർട്ടിലൈസർ. നാനോ ഫെർട്ടിലൈസർ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ്? നാനോ ഫോസ്ഫേറ്റ് ആണ്. കൃത്രിമ വളം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് യൂറിയ എന്ന് പറയുന്നത്. ജീവാണു വളത്തിൽ വരുന്നതാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. ജീവാണു വളത്തിൽ വരുന്നതാണ് നമ്മുടെ റൈസോബിയം എന്ന് പറയുന്നത്. ജൈവവളത്തിൽ വരുന്നതാണ് എന്ത്? കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. സോ P2Q1 R4 ആൻഡ് S3 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക, അല്ലേ? ഇത് തന്നെയല്ലേ എല്ലാവർക്കും ഉത്തരം കിട്ടിയത്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഫീച്ചേഴ്സ് ഓഫ് എ ഫാം ന്യൂലി സ്റ്റാർട്ടഡ് ബൈ യങ്ങർ ഫാമർ ഇസ് ഗിവൻ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പം ഫാമിംഗ് ഇസ് ഡൺ ഓൺ 5 acres ഓഫ് ലാൻഡ്. 5 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തത്. പാടത്തിൻ്റെ ഒരു ഭാഗത്ത് നെൽകൃഷിയാണ്, ഏകദേശം 50 സെൻറ്റ് സ്ഥലത്ത് പശു വളർത്തുന്നു. ഫാമിൻ്റെ മധ്യഭാഗത്ത് ഒരു കുളവും അതിൽ മത്സ്യകൃഷിയുമുണ്ട്. അപ്പോൾ ഒരു കൃഷിക്കാരൻ ചെയ്യുന്ന ഒരു തരം കൃഷി രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏത് കൃഷി രീതിയാണ്? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി രീതിയാണ്. അപ്പം പിന്നെ ഈ ചോദ്യം നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാകും. ഈവൻ ഇഫ് ദർ ഇസ് എ ലോസ് ഇൻ വൺ ക്രോപ്പ് ഇറ്റ് ക്യാൻ ബി കോമ്പൻസേറ്റ് ബൈ അതേഴ്സ്, അല്ലേ? സംയോജിത കൃഷിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്ക് എന്തെങ്കിലും ഗുണമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഉണ്ട് എങ്കിൽ അത് മറ്റൊന്നിനെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബൈ പ്രോഡക്റ്റ് ഓഫ് വൺ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫെർട്ടിലൈസർ ഓഫ് അനദർ വൺ. അത് മാത്രമല്ല, ഒരു കൃഷി നമുക്ക് നല്ല ഫലം കിട്ടുന്നില്ല, ഈൽഡ് കുറവാണെങ്കിൽ മറ്റൊരു കൃഷി നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള കൃഷി രീതി ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷി എന്ന് പറയുന്നത്. പിന്നെ എന്തായാലും ഈ ഒരു ചോദ്യം നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സ് വൈ തിരിച്ചറിയാനാണ്. നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് സെല്ലാണ്, വൈ എന്ന് പറഞ്ഞാൽ യൂകാരിയോട്ടിക് സെല്ലാണ്. ആൻഡ് ഇവർ തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് എന്നാണ്. ഒന്ന്, പ്രോകാരിയോട്ടിക് സെല്ല് സിമ്പിൾ സെല്ലാണ്. ന്യൂക്ലിയസിൽ മെംബ്രെയിൻ നമുക്ക് കാണാൻ പറ്റത്തില്ല, വളരെ കുറച്ച് സെൽ ഓർഗനൽസേ ഉള്ളൂ. യൂകാരിയോട്ടിക് സെല്ലിലോ ന്യൂക്ലിയസ് നമുക്ക് കാണാം, ന്യൂക്ലിയർ മെംബ്രെയിൻ മർമ്മസ്തരം കാണാം, കുറേ സെൽ ഓർഗനൽസ് കാണാം. സെൽ ഓർഗനൽസും മെംബ്രെയിൻസും നമുക്ക് കാണാൻ പറ്റും. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായാലും പഠിച്ചിട്ട് പോവാം. ഇനി റൈറ്റ് വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഈച്ച് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്പ് ഡെവലപ്ഡ് ത്രൂ ദി ഫോളോയിങ് മെത്തേഡ്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ടിഷ്യൂ കൾച്ചർ. 5A ആണ്. 5B തന്നത് എന്താ? ഇമേജസ് ഓഫ് വേരിയസ് പെസ്റ്റ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ ക്രോപ്സ് ആർ പ്രൊവൈഡഡ്. ഒബ്സർവ് ദം ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ടിഷ്യൂ കൾച്ചർ നമുക്ക് നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുക? ജീൻസിനെ മാറ്റം വരുത്താണ്, അല്ലേ? ക്രോപ്പ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ്, സം കണ്ടെയ്ൻ എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ്, അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് നല്ല ഒരു ക്രോപ്പ്, നല്ല വിളവ് ലഭിക്കുന്ന കൃഷി ഇനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള കീടനാശബാധയൊന്നും കീടബാധയെ ചെറുത്ത് നിൽക്കുന്ന ഏറ്റവും നല്ല പോഷക ഗുണമുള്ള ചെടികൾ നമുക്ക് ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോപ്സ് ഹാവ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാരന്റ് പ്ലാന്റ്.
ഒരു മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ഭാഗം വെച്ചാൽ നമുക്ക് അതിൽ നിന്നും വലിയ കംപ്ലീറ്റ് പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ബിയിൽ പറയുന്നത് എന്താ? എക്സും വൈയും തിരിച്ചറിയാനാണ്. ഐഡന്റിഫൈ ദ പെസ്റ്റ് എക്സ് ആൻഡ് വൈ. ഹൗ ഡസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് കൺട്രോൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്? സംയോജിത കീട നിയന്ത്രണത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സ് വൈ. എക്സ് എന്ന് പറയുന്നത് കായ തുരപ്പൻ അല്ലെങ്കിൽ പോഡ് ബോററാണ്. വൈ എന്ന് പറയുന്നത് ലീഫ് റോളിംഗ് കാറ്റർപില്ലറാണ്, ഇല ചുരുട്ടി പുഴുവാണ്. ഇതിൻ്റെ പിക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഡയഗ്രാംസും ഒന്ന് നോക്കിയിട്ട് പോവാം. അടുത്തത് എന്താണ്? ഹൗ ഡസ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ഹെൽപ്പ് ദ കൺട്രോൾ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്? ഇത്തരത്തിൽ സംയോജിത കീടനിയന്ത്രണം, കീടനാശിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ യാന്ത്രിക മെക്കാനിക്കൽ കൺട്രോൾ ഉപയോഗിക്കാം, ബയോളജിക്കൽ കൺട്രോൾ ഉപയോഗിക്കാം, മിത്രകീടങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് സംയോജിത കീടനിയന്ത്രണം അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കീടങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് അനലൈസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ അനദർ പ്ലാനറ്റ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച് ദി എർത്ത്. അപ്പോൾ വേറെ എവിടെയോ ജീവൻ ഉണ്ടായി നമ്മുടെ ഭൂമിയിലെത്തി എന്ന് പറയുന്നു. രണ്ടാമത്തേത് ആക്സിഡൻ്റൽ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് ഇൻ ദ ഓഷ്യൻ ലെഡ് ടു ദ ഒറിജിൻ ഓഫ് ലൈഫ്. സമുദ്രത്തിൽ പലതരത്തിലുള്ള രാസമാറ്റങ്ങൾ നടന്നിട്ട് അവിടെ നിന്ന് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നു. ഇവിടെ രണ്ട് തിയറീസാണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്? പാൻസ്പെർമിയ തിയറിയാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നതോ നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് കൂടുതൽ അക്സെപ്റ്റഡ് ആയത്. കാരണം എന്താ? അതിനെ പ്രൂവ് ചെയ്യുന്നതാണ് നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാസപരിണാമ സിദ്ധാന്തം കൂടുതൽ അംഗീകാരം കിട്ടി കാരണം ചില ശാസ്ത്രജ്ഞർ പരീക്ഷണം നടത്തി ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഇനി if conditions similar to those of primitive earth existed today, would the survival of life would be possible? ആദിമ ഭൂമിയിലേത് സമാനമായ സാഹചര്യങ്ങളാണ് ഇന്നുണ്ടായിരുന്നതെങ്കിൽ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. അല്ല, ഒരിക്കലുമില്ല. അല്ല, കാരണം എന്താ? അറ്റ്മോസ്ഫിയർ പ്രിമിറ്റീവ് എർത്തിന് ഹൈ ടെമ്പറേച്ചറാണ്, ഓക്സിജൻ ഇല്ല, ഹൈഡ്രജൻ മീത്തേൻ പോലത്തെ ഗ്യാസസ് ആയിരുന്നു. ഇന്നത്തെ കണ്ടീഷനിൽ അതല്ല, അതുകൊണ്ട് വ്യത്യാസമുണ്ട്. ഇനി യൂക്കാരിയോട്ടിക് സെൽ ഗെയിൻ എബിലിറ്റി ടു പ്രൊഡ്യൂസ് എനർജി ആഫ്റ്റർ എൻഗൾഫിംഗ് ബാക്ടീരിയ. ശരിയല്ലേ? എയറോബിക് ബാക്ടീരിയനെ വിഴുങ്ങി കഴിഞ്ഞിട്ടാണ് അത് പിന്നെ എന്തായി മാറിയത്? മൈറ്റോകോൺട്രിയായി മാറിയത്. സോ ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ഡൈജസ്റ്റിംഗ് ദ എൻഗൾഫിംഗ് ബാക്ടീരിയ, യൂക്കാരിയോട്ടിക് സെൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഇറ്റ് ഗ്രാജുവലി ട്രാൻസ്ഫോംസ് ഇൻ ടു മൈറ്റോകോൺട്രിയ. അപ്പോൾ ഒരു എയറോബിക് ബാക്ടീരിയനെ വിഴുങ്ങിയെടുത്തു നിന്നാണ് അത് എന്തായി മാറിയത്? മൈറ്റോകോൺട്രിയയായി മാറിയത്. അങ്ങനെയാണ് ഈ പ്രോകാരിയോട്ടിക് സെല്ലിൽ നിന്നും യൂക്കാരിയോട്ടിക് സെല്ല് ഇവോൾവ് ചെയ്ത് വന്നത്. ഈ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഈ ഫെർട്ടിലൈസർ യൂസേജ് മെത്തേഡ് ഓഫ് ഡിഫറെൻറ്റ് ഫാമേഴ്സ് ആർ ഗിവൺ ബിലോ. ഫാമർ 1, 2, 3 എക്സ്പ്ലെയിൻ ഹൗ ദെയർ ഫാമിംഗ് മെത്തേഡ് അഫക്ട് ദ സോയിൽ സ്ട്രക്ചർ. ഇതുപോലെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വരാം. അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ തുടങ്ങിയ കൃത്രിമ വളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് കർഷകൻ 1. പച്ചിലവളം, ചാണകം തുടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കർഷകൻ 2 കൃഷി ചെയ്തത്. അതുപോലെ തന്നെ റൈസോബിയം, മൈക്രോറൈസ തുടങ്ങിയ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് കർഷകൻ 3 ചെയ്തത്. ഇതിൽ ചോദ്യം എന്താണ്? സോയിൽ സ്ട്രക്ചർ, സർവൈവൽ ഓഫ് ഡികമ്പോസേഴ്സിൻ്റെ മെത്തേഡ്, ഇതിലേത് മെത്തേഡാണ് നല്ലത്? Based on the statement, nutrients can be easily absorbed by plants, helping better yield. ഇവിടെ പറയുന്നത് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന പോഷകങ്ങളാണ് മികച്ച വിളവ് നൽകാൻ സഹായിക്കുന്നത് എന്ന പ്രസ്താവനയെ അടിസ്ഥാനമാക്കി കർഷകൻ 1, കർഷകൻ 2 എന്നിവർ ഉപയോഗിച്ച വളങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫാമർ 1 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കെമിക്കൽ ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് ഡീകമ്പോസേഴ്സ്, സോയിൽ ടെക്സ്ചർ ഒക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. കെമിക്കൽ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നത്? മണ്ണിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടും. നല്ല ജൈവ വളങ്ങൾ അല്ലെങ്കിൽ മണ്ണിലുള്ള നല്ല ഗുണമുള്ള ബാക്ടീരിയാസും അതുപോലെ തന്നെ എർത്ത് വേമ ഇതൊക്കെ നശിച്ചു പോകും. ഫാമർ 2 and 3 ഡു നോട്ട് ഹാവ് എയ്തർ ടെക്സ്റ്റ് അല്ലേ? രണ്ടാമത്തെ മൂന്നാമത്തെ കർഷകൻ മണ്ണിനൊന്നും ഭാവിക്കുന്നില്ല, കാരണം അവർ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് യൂസ് ചെയ്യുന്നത്. ഫാമർ 1 ന്യൂട്രിയൻ ക്യാൻ ഈസിലി അബ്സോർബ് ബൈ പ്ലാന്റ്. ഫാമർ 2 ന്യൂട്രിയൻ മേ ലെസ് പ്രോസസ് ഓഫ് ദി ഡികമ്പോസിഷൻ ടേക്സ് എ ലോങ് ടൈം. അപ്പം നമ്മൾ ഒന്നാമത്തേൽ കെമിക്കൽ പെസ്റ്റിസൈഡ്, കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യുമ്പം പല തരത്തിലുള്ള മണ്ണിന് ദോഷം വരും, ന്യൂട്രിയൻസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യില്ല. എന്നാൽ ഫാമർ 2 എന്ന് പറയുന്ന ഓർഗാനിക് ആണ്, ജൈവവളങ്ങൾ. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? ഡികമ്പോസിഷൻ എന്ന് പറയുന്നത് കുറേ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് സമയമെടുത്തിട്ടാണ് ഡികമ്പോസ് ചെയ്യുന്നത്. പോഷകങ്ങൾ ലഭ്യമാവാൻ കാലതാമസം എടുക്കും. പോഷക ഘടകങ്ങൾ എന്തായിരിക്കും? കുറവുമായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കണം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലൈവിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സീ യു സൂൺ, ബൈ. അപ്പോൾ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് തരികയാണ്. നമ്മൾ സെല്ല് കാര്യങ്ങൾ പഠിച്ച പോലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നതാണ് അല്ലേ? ഈ ഒരു കലണ്ടറിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ കംപ്ലീറ്റ് ആയുസിനെ നമ്മൾ 1 വർഷത്തേക്ക് ആക്കിയിട്ട് ചുരുക്കി ഒരു കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്നുള്ളത് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ ബൈ.